ഹായ് ഓൾ, ഞാൻ ഹണി. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും താരൻ മാറാനും പുതിയ മുടി കിളുക്കാനും മുടി സ്പ്ലിറ്റൻസ് ഒക്കെ മാറാനും ഫ്രീസി ഹെയർ മാറി മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയി കിടക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കുമായിട്ടാണ്. ഇത് മഴക്കാലത്തും അതുപോലെ തന്നെ കർക്കിടക മാസത്തിലൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ്. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് ഈ ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ. ഈ ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ അളവിൽ ഉലുവ എടുക്കുക. ഉലുവ മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ്. മുടിക്ക് പെട്ടെന്ന് തന്നെ നീളം വെക്കാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ കഷണ്ടി ആവുന്നതൊക്കെ തടയാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് കടുകാണ്. 1 സ്പൂൺ അളവിൽ കടുക് മതിയാവും. കടുക് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ താരൻ മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന എള്ളാണ്. എള്ള് മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവാനും ഒക്കെ സഹായിക്കും. ഫ്രീസി ഹെയർ ഒക്കെ പൂർണ്ണമായിട്ട് മാറും. ഇനി നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ചോറാണ്. ചോറ് നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആവാനും സിൽക്കിയായി കിടക്കാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇതെല്ലാം കൂടി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് ഒരു ഓവർ നൈറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു ഓവർ നൈറ്റെങ്കിലും വെക്കണം. അത് പറ്റാത്തവരാണെങ്കിൽ ഒരു 4 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം പിറ്റേ ദിവസം എടുത്തപ്പോഴത്തേന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ചോറിൻ്റെയൊക്കെ ആണെങ്കിൽ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം എള്ളിൻ്റെ കളറൊക്കെ ഇറങ്ങിയിട്ട് ചോറിലേക്ക് പിടിച്ചതാണ് കേട്ടോ. എല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ വെള്ളം കളയാൻ പാടില്ല, ഈ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വെള്ളം പോരാ എന്ന് തോന്നിയാൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ വളരെയധികം നല്ലതായിരിക്കും. കഞ്ഞിവെള്ളം ഇല്ല എങ്കിൽ നമുക്ക് സാധാ വെള്ളത്തിൽ അരച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. കുറച്ച് കൂടുതൽ വെള്ളത്തിൽ മുടി കഴുകി കളഞ്ഞാൽ മതിയാവും. എപ്പോഴും അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മുടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകി കളയാൻ എളുപ്പമായിരിക്കും. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുടിയിലും തലയോട്ടിയിലും നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെയെങ്കിലും വെക്കുക. പറ്റുമെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെയധികം സഹായിക്കും. അതുപോലെ നമ്മുടെ മുടി സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മാറാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഇത് നിങ്ങൾ എപ്പോഴും ഒന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. മാസത്തിൽ ഒരു 2 തവണയൊക്കെ ചെയ്തു കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ പാടില്ല. നോർമൽ വാട്ടർ വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.